കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതിന്റെ തുടർച്ചയാണ്. പൈൻമേ കുച്ച് സ്യാഹി ബെച്ചി. ബെച്ചി മീൻസ് അവശേഷിക്കുക. പേനയില് കുറച്ച് മഷി അവശേഷിച്ചിരുന്നു. ഉസേ സാഹിലിനെ സമീൻ പർ ചിടക് ദിയ. ചിടക് ദിയ എന്ന് വെച്ചാൽ കുടഞ്ഞു കളയാന്ന് പറയും. ഇപ്പൊ പേനയിൽ കുറച്ച് മഷി അവശേഷിച്ചിരുന്നത് ഈ സാഹിൽ എന്ത് ചെയ്തു? താഴെ കുടഞ്ഞു കളഞ്ഞു. നയി സ്യാഹി ഭർവാനെ കേലിയെ. ഇതിനുവേണ്ടി നയി സ്യാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുതിയ മഷി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതായത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? മഷി നിറയ്ക്കുക. ഇതിനു വേണ്ടിയാണ് സാഹിൽ എന്ത് ചെയ്തത്? പേനയില് അവശേഷിച്ച മഷി എന്ത് ചെയ്തത്? താഴേക്ക് കുടഞ്ഞു കളഞ്ഞത്. നയി സ്യാഹി ഭർവാനെ കേലിയെ ദോനോ ദൂക്കാൻ പർ പഹഞ്ചേ. ഇപ്പൊ മഷി നിറയ്ക്കുന്നതിന് വേണ്ടി രണ്ടുപേര്, ആരുടെ രണ്ടുപേര്? ബേലയും സാഹിലും. ഇപ്പൊ ബേലയും സാഹിലും ഇവിടെ എത്തിച്ചേർന്നു, കടയില് എത്തി. ഏക് പൈ സ്യാഹി ഭർദോ. ഈ പേനയിൽ എന്ത് ചെയ്യുക? മഷി നിറയ്ക്കുക. സാഹിൽ സെ പഹലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിലിനേക്കാൾ മുമ്പേ എന്നാണ്. സാഹിൽ സെ പഹലെ ഹി ബേലാനെ ദൂക്കാൻ വാലെ സെ കഹ. ദൂക്കാൻ വാലെ ആരാ? ദൂക്കാൻ വാലെ കച്ചവടക്കാരൻ. അപ്പൊ ഇവിടെ സാഹിൽ പറയുന്നതിന് മുമ്പ് തന്നെ ബേല കച്ചവടക്കാരനോട് പറയുകയാണ്, ഇതിനകത്ത് ഈ പേനയിൽ എന്ത് നിറയ്ക്കുക? മഷി നിറയ്ക്കുക. ബേട്ട സ്യാഹി കി ബോത്തൽ. ബോത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോത്തൽ എന്ന് പറഞ്ഞാൽ കുപ്പി എന്നാണ്. ബോത്തൽ എന്ന് വെച്ചാൽ എന്തുവാ? ബോത്തൽ, കുപ്പി. ബോട്ടിൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, ബേട്ട എന്ന് പറഞ്ഞതോ മോനെ, മകനെ. ബേട്ട സ്യാഹി കി ബോത്തൽ അഭി അഭി ഖാലി ഹോ ഗയി ഹൈ. ഖാലി ശൂന്യമാകുക, തീരുക. മോനെ, മഷി ഇപ്പോഴാണ് എന്ത് ചെയ്തത്? തീർന്നത്. അതിന്റെ കുപ്പി എന്ത് ചെയ്തു? കാലിയായി തീർന്നു പോയി. അബ് തോ കൽ ഹോ മിൽ പായേഗി. ഇനിയിപ്പോ എന്ന് മാത്രമേ ലഭിക്കത്തുള്ളൂ, നാളെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അത് കിട്ടുകയുള്ളൂ. അപ്പൊ മഷി ഉണ്ടായിരുന്നത് ഉള്ളത് തീർന്നു, കുപ്പി കാലിയായി. ഇനി നാളെ മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ? പേനയില് മഷി നിറയ്ക്കാൻ കഴിയുകയുള്ളൂ. നാളെ മാത്രമേ മഷി വരികയുള്ളൂ. ലേക്കിൻ इसने तो पैन में जो स्याही दी उसे भी जमीन पर छिटक दिया. ബേല ബോലെ. അപ്പൊ നേരത്തെ സാഹിലിനേക്കാൾ മുമ്പേ ബേല കച്ചവടക്കാരനോട് പറയുന്നുണ്ട്, ഇതിനകത്ത് എന്ത് ചെയ്യുക? മഷി നിറച്ചു തരിക. അപ്പൊ കച്ചവടക്കാരൻ എന്താ പറഞ്ഞത്? ആ മഷി കുപ്പി ഇപ്പോഴാണ് കാലിയായത്, ഇനി നാളെ അത് ലഭിക്കുകയുള്ളൂ. അപ്പൊ വീണ്ടും ബേല പറയുകയാണ്, എന്താ പറയുന്നത്? ലേക്കിൻ इससे तो पैन में जो स्याही दी. ഈ പേനയിൽ അല്പം മഷി ഉണ്ടായിരുന്നു. ലേക്കിൻ ചേർത്തോ? എന്നാൽ इसने तो पैन में जो स्याही दी. ഈ പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു. ഉസേ ഭി ജമീൻ പർ ചിടക് ദിയ. അത് ഇവൻ എന്ത് ചെയ്തു? താഴെ കുടഞ്ഞ് കളഞ്ഞു. ബേല ബോലി. ബേല ബോലി ചേർത്തോ? ബേല പറഞ്ഞു. കച്ചവടക്കാരനോട് ബേല പറയുകയാണ്, പേനയിൽ കുറച്ച് മഷി അവശേഷിച്ചിരുന്നത് സാഹിൽ എന്ത് ചെയ്തു? താഴെ കുടഞ്ഞു കളഞ്ഞു. ബാദൽ കോ ദേഖ് കർ ഖഡേ കോ നഹി ദുലാനാ ചാഹിയേ. ബാദൽ മേഘം എന്ന് പറയും. ബാദൽ കോ ദേഖ് കർ ഖഡേ മീൻസ് കുടം, കലം. ബാദൽ കോ ദേഖ് കർ എന്താണ്? ബാദൽ കോ ദേഖ് കർ ഖഡേ കോ നഹി ദുലാനാ ചാഹിയേ. മേഘത്തെ കണ്ടിട്ട് എന്ത് ചെയ്യരുത്? കുടം കമഴ്ത്തരുത്. മേഘത്തെ കണ്ടിട്ട് കുടം എന്ത് ചെയ്യരുത്? കമഴ്ത്തരുത്. ദൂക്കാൻ വാലെ ഭയ്യാനെ കഹ. ആ കച്ചവടക്കാരൻ പറഞ്ഞു, മേഘത്തെ കണ്ടിട്ട് കുടം എന്ത് ചെയ്യരുത്? ചരിച്ചു കളയരുത്. കാർമേഘം എന്തിന്റെ സിമ്പൽ, എന്തിന്റെ അടയാളവാ? മഴ പെയ്യാൻ പോകുന്നു. നമ്മുടെ വീട്ടിലെ കലത്തിൽ കുറെ വെള്ളമുണ്ടായിരുന്നു. കാർമേഘം കണ്ടപ്പോ നമ്മൾ കരുതി എന്ത് ഉടനെ മഴ പെയ്യും. നമ്മൾ എന്ത് ചെയ്യുന്നു? വെള്ളം എടുത്ത് കളയുന്നു. മഴ പെയ്യുന്നില്ല. ഇത് സംഭവിക്കും? ഉള്ള വെള്ളം നഷ്ടമാകും. അതുപോലെ ഇവിടെ കച്ചവടക്കാരൻ പറഞ്ഞൊരു ഉദാഹരണമാണ്. ബാദൽ കോ ദേഖ് കർ ഖഡേ കോ നഹി ദുലാനാ ചാഹിയേ. മേഘത്തെ കണ്ടിട്ട് എന്ത് ചെയ്യരുത്? കുടം ചരിച്ചു കളയരുത് എന്നാര് പറയുന്നത്? കച്ചവടക്കാരൻ പറയുന്നു. അവർ പൂച്ച കോൻ സിമേ പഠിത്തേ ഹോ. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പൊ കച്ചവടക്കാരൻ
ഈ രണ്ട് കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പാഞ്ച്വീമേം. ഇത് പാഞ്ച്വീമേം, 5ാം ക്ലാസ്. അപ്പൊ ഞങ്ങൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സാഹിലിനെ ഐസേ ബുരേ മനസ്സേ, ബുരേ ബുരേ മീൻസ് മോശപ്പെട്ട, അനിഷ്ടത്തോടെ, മനസ്സിലായോ? ബുരേ മനസ്സേ, അനിഷ്ടത്തോടെ എന്ത് ചെയ്തു? ബദായ, ബദായ പറയുക. അപ്പൊ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് അനിഷ്ടത്തോടെ ഈ കച്ചവടക്കാരനോട് ആര് പറയുന്നു? സാഹിൽ പറയുന്നു. ജൈസെ, ജൈസെ മീൻസ് ഉദാഹരണമാണ്. ജൈസെ പാഞ്ച്വീമേ പട്ന പാവ് ഹോ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പാപ്, പാവ് മീൻസ് പാപം എന്നാണ്. അപ്പൊ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പാപമാണെന്ന തരത്തിൽ അനിഷ്ടത്തോടെ കച്ചവടക്കാരനോട് സാഹിൽ പറയുകയാണ്. ഞങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സില്. ദോനോ, ദോനോ രണ്ടുപേരും. ദൂക്കാൻ വാലേ ഭയ്യാനെ കഹ, കച്ചവടക്കാരൻ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? ഹാ, ഹാ എന്ന് ചന്തുവാ, അതെ. ദോനോ, ഞങ്ങൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവർ ഹം ദോനോ കാ സെക്ഷൻ, സെക്ഷൻ മീൻസ് ഡിവിഷൻ എന്ന് പറയും. നമ്മളൊക്കെ ഓരോ ഡിവിഷനിൽ പഠിക്കുന്നത്. 10A ക്ലാസ്, 10B ക്ലാസ്, അങ്ങനെ ഡിവിഷൻ. അപ്പൊ ഞങ്ങൾ ഒരേ ഡിവിഷനിലാണ് പഠിക്കുന്നത്. ഏക്ക് ഹേ, ഞങ്ങൾ പഠിക്കുന്ന ഡിവിഷൻ ഏതാ? എ എന്ന് പറയുന്ന ഡിവിഷനിലാണ് ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. ബേലാനെ ഐസേ കുച്ച് ഹോക്കർ ബദായ ജൈസേ എഹ് കോയി ബഹത്ത് ബെഡി ബാന്ദ് ഹോ. വളരെ അധികം സന്തോഷത്തോടെ ഏതോ വലിയ കാര്യം പറയുന്നത് പോലെ ബേല കച്ചവടക്കാരനോട് പറയുകയാണ്, ഞങ്ങൾ ഒരേ ഡിവിഷനിലാണ് പഠിക്കുന്നത്, എ ഡിവിഷനിലാണ് പഠിക്കുന്നത്. വളരെയധികം സന്തോഷത്തോടെ ഏതോ വലിയ കാര്യം പറയുന്ന രീതിയിൽ ഈ പെൺകുട്ടി കച്ചവടക്കാരനോട് പറഞ്ഞു, ഞങ്ങള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഒരേ ഡിവിഷനിലാണ് പഠിക്കുന്നത്. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠ്തേ ഥേ, ക്ലാസ്സിൽ അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഒരേ ഡിവിഷനിലാണ് പഠിക്കുന്നത്. ആരൊക്കെ? ബേലയും സാഹിലും അടുത്തടുത്താണ് ഇരിക്കുന്നത്. കാപ്പി മേം കാം കർത്തേ തോ ദോനോ കാപ്പി മേം കാം കർത്തേ ഥേ, അവരെഴുതുകയാണ്, ബുക്കിൽ എഴുതുകയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചാണ് എഴുതുന്നത്. ഇതാണ് നമ്മുടെ പ്രത്യേകത. ഒരു ബെഞ്ചിൽ അടുത്തടുത്തിരിക്കുന്നു, ഒരാൾ എഴുതിയാൽ മറ്റേ ആൾ എഴുതും. കിതാബ് പഠിത്തേത്തോ ദോനോ കിതാബ് പഠിത്തേ, ഒരാൾ പുസ്തകം വായിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? മറ്റേ ആൾ പുസ്തകം വായിക്കും. അതാണ് മറ്റൊരു പ്രത്യേകത. എന്താ പറയുന്നത്? ബൽക്കി, ബൽക്കി മാത്രമല്ല, ബൽക്കി ഹി നഹി ബൽക്കി എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. മാത്രമല്ല പിന്നെയോ എന്നാണ് അതിന്റെ അർത്ഥം. ബൽക്കി പാഠ് ഭി ഏക് ഹി പഠിത്തേ, ഒരേ പാഠം തന്നെയായിരിക്കും വായിക്കുന്നത്. ഒരാൾ വായിച്ചാൽ മറ്റേയാളും വായിക്കും, ഒരേ പാഠം തന്നെയായിരിക്കും വായിക്കുന്നത്. സാഹിൽ, ഈ സാഹിൽ ഇങ്ങനെ വായിക്കുകയാണ്. ചമക് ഉടി, ചമക് മീൻസ് തിളങ്ങുക. ചമക് ഉടി സത്താവന്മേം ഭഗത് തൽവാർ പുരാനി ദി എന്നൊരാൾ വായിക്കുക. അതായത് 57 തിളങ്ങിയ വാൾ പഴയതായി ഒരാൾ അങ്ങനെ വായിക്കുകയാണ്. ഏത്? ചമക് ഉടി സത്താവനേമേ ഭഗത് തൽവാർ പുരാനി, പുരാനി മീൻസ് പഴയത്. അപ്പൊ 57 തിളങ്ങിയ വാൾ പഴയതാണ് എന്നൊരാൾ വായിച്ചാൽ മറ്റേയാളും അത് തന്നെ വായിക്കും. മനസ്സിലായോ? ബേല കഹത്തെ ബഹൻജി വഹ് ബഹൻജി പാനി പീനെ ചലി ജാവോ. ഇനി ബേല പറയുകയാണ്, എന്ത് പറയുന്നത്? ബഹൻ, ബഹൻ എന്താരാ? സഹോദര അല്ലേ? ആണോ? ബഹൻ എന്ന് പറയുന്ന ആരാ? സഹോദരിയ. മനസ്സിലായ? ബഹന പായി പറഞ്ഞാണ്. ബഹൻ എന്ന് പറഞ്ഞ ആരാ? സഹോദരി. അതിന്റെ ഓപ്പോസിറ്റ് വാക്ക് ഏതാ? പായി. അപ്പൊ നോക്കിയേ, ബേല കഹത്തി ബഹൻജി പാനി പീനെ ചലി ജാവൂ. ബേല പറയുകയാണ്, ബഹൻ അല്ലയോ സഹോദരി, നമുക്ക് വെള്ളം കുടിക്കാൻ പോയാലോ? നോക്കിക്കോണം, ഒരാണിനോടാ പറയുന്നത്. മനസ്സിലായ? ഒരാണിനോട് അവള് പറയുന്നത്. ബേല പറയുകയാണ്, ബഹൻജി പാനി പീനെ ചലി ജാവോ, എന്താ നമുക്ക് വെള്ളം കുടിക്കാൻ പോയാലോ? സാഹിൽ ഭീ കഹത്താം. അപ്പൊ ആ സമയത്ത് ആരും പറയും? സാഹിലും പറയും. എന്താ പറയുന്നത്? ബഹൻജി പാനി പീനെ ചലാ ജാവ്, നമുക്ക് വെള്ളം കുടിക്കാൻ പോവാം. ഒരാളെന്ത് പറഞ്ഞാലും അത് അതേ കാര്യം തന്നെ മറ്റേ ആളും പറയുന്ന ഒരവസ്ഥ. അത്രയ്ക്കും സൗഹൃദമായിരുന്നു ആരൊക്കെ തമ്മില്? ബേലയും അതുപോലെ തന്നെ സാഹിലും. നോക്കിയേ, ഗണിത് കെ മാസ്റ്റർ മാഡ്സാബ്, ഗണിത് കെ മാഡ്സാബ് പറഞ്ഞാൽ മാസ്റ്റർ എന്നാണ്, അധ്യാപകൻ. ഗണിത് കെ മാഡ്സാബ് സുരേന്ദ്രജി കാ പീരീഡ്, പീരീഡ് മീൻസ് നമ്മുടെ ഓരോ ക്ലാസ് പീരീഡ് ഉണ്ടല്ലോ, അധ്യാപകർ ഒരു ക്ലാസ് എടുക്കുന്ന ടൈം. ഇവിടെ ഗണിത്, ഗണിത് മീൻസ് മാത്സ് ആണ്. ഗണിത അധ്യാപകൻ, അദ്ദേഹത്തിന്റെ പേരെന്തുവാ? സുരേന്ദ്രൻ എന്നാണ്.
സുരേന്ദ്രജി എന്ന് പറയുന്ന ജി ചേർക്കുന്നത് എന്തുകൊണ്ടാ? ആ ബഹുമാന സൂചകമായിട്ടാണ് കേട്ടല്ലോ. അപ്പം ഗണിതക്കെ മാഡ്സ മീൻസ് മാസ്റ്റർ എന്നാണ്, ഗണിത അധ്യാപകൻ. സുരേന്ദ്ര, അതിന്റെ പേരെന്താ? സുരേന്ദ്രൻ എന്നാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ പീരീഡ് ഖേൽ ഖണ്ഡി കെ ബാദ് ആത്താ ഥാ. ഖേൽ ഖണ്ഡി ഡ്രിൽ പീരീഡ്. ഡ്രിൽ പീരീഡിന് ശേഷമാണ് ആരുടെ ക്ലാസ് വരുന്നത്? ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഗണിത അധ്യാപകന്റെ ക്ലാസ് വരുന്നത്. ബച്ചേ ഉൻസെ കാമ്പത്തേതെ, കാമ്പിന മീൻസ് വിറയ്ക്കുക. കുട്ടികൾക്കെല്ലാം അദ്ദേഹത്തെ ഭയമാണ്, പേടിയാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ കുട്ടികൾ എന്ത് ചെയ്യും? കിടുകിടാ പറയും. കാമ്പിന മീൻസ് വിറയ്ക്കുക എന്ന് പറയും. ഓക്കെ, और खेल खंडे बंद होने से 2 मिनट पहले ही अपनी जगहों पर आकर बैठ जाते. അതുകൊണ്ട് തന്നെ ഡ്രിൽ പീരീഡ് അവശേഷിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ കുട്ടികൾ എന്ത് ചെയ്തു? ആ ക്ലാസ്സിലേക്ക് കയറി അവരവരുടെ സ്ഥാനത്ത് പോയി ഇരുന്നു. എന്തുകൊണ്ടാ? എല്ലാവർക്കും ഭയമാണ്. ആരെ? സുരേന്ദ്രൻ എന്ന് പറയുന്ന അധ്യാപകൻ. അദ്ദേഹം മാത്സിന്റെ കണക്കിന്റെ അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ ഡ്രിൽ പീരീഡ് മുഴുവിപ്പിക്കുമ്പേ എന്ത് ചെയ്തു? കുട്ടികളെല്ലാം തന്നെ ക്ലാസ്സിൽ വന്ന് ഇരുന്നു. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. പുസ്തകം നന്നായി വായിക്കുക. അടുത്ത ദിവസം ക്വസ്റ്റ്യൻ ആൻസർ